वृषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुडः प्रचोदयात्. തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അടിമുടി അറിവിലെ അവസാനത്തെ പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ നാഥൻ എൻ്റെ ചിന്തയ്ക്കുള്ളിലാണിരിക്കുന്നു, എൻ നാഥൻ ഉള്ളിലാണൻ ചിന്തയും ഇരിക്കുന്നു. എൻ നാഥനെ തെല്ലും അറിയില്ലെന്നാകിൽ എൻ നാഥൻ തന്നെ ഞാനും അറിയില്ലെന്നാകും. അപ്പോൾ എൻ്റെ നാഥൻ എൻ്റെ ഉള്ളിലിരിക്കുന്നു, എൻ്റെ നാഥൻ അടിമുടി എന്നിൽ തന്നെ കുടികൊണ്ടേയിരിക്കുന്നു. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ എല്ലാം ഭഗവാൻ ശിവനാണ്. ശിവനിൽ ഞാനും ഇരിക്കുന്നു. അതാണ് ഇവിടെ പ്രത്യേകത. ശിവൻ എന്നിലിരിക്കുന്നു, ഞാൻ ശിവനിലിരിക്കുന്നു. അങ്ങനെ ശിവനും ഞാനും പരസ്പരം ഒന്നായി തീർന്നിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യതത്വം തിരുമൂലദേവൻ ഇവിടെ പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. എൻ നാഥൻ തന്നെ ഞാനും അറിയില്ലെന്നാലും അങ്ങനെയല്ലെങ്കിൽ എൻ്റെ നാഥനെ ഞാൻ എങ്ങനെ അറിയും? അതായത് തൻ്റെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലും ഹൃദയത്തിലും എല്ലാം തന്നെ ശിവൻ അടിമുടി നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ തന്നെ ശിവനിലും ഞാൻ അടിമുടി നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പരസ്പരം ശക്തിയും ശിവനും ഒന്നായി തീർന്നിരിക്കുന്നു. അതായത് പശു പതിയിൽ ലയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ ശക്തിവിശേഷങ്ങളാണ്. ഈ ശക്തിവിശേഷങ്ങൾ അഥവാ കുണ്ടലിനി ശക്തി ഉണർന്ന് ശിവനുമായി ഒന്നിക്കുന്നു. അങ്ങനെ ഒന്നിച്ചില്ല എങ്കിൽ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ജീവിതം സഫലമായിത്തീരുന്നത്, ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചേരുന്നത് ഈ ശിവശക്തി മേളനത്തിലൂടെയാണ്. ശിവശക്തി മേളനം എന്ന് പറഞ്ഞാൽ ശരീരത്തിലിരിക്കുന്ന ശിരസിലിരിക്കുന്ന ശിവനുമായി മൂലാധാരത്തിലിരിക്കുന്ന ശക്തി ഒന്നിക്കുന്നു. അങ്ങനെ പശു പതിയായി മാറുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പശുക്കളാകുന്ന ജീവന്മാർ സാക്ഷാൽ പതിയായി ശിവനായി മാറുന്ന അത്ഭുതകരമായ രാസവിദ്യ നാം കാണുന്നു. ഇത് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യ തത്വത്തിലും ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ മഹാവാക്യ തത്വത്തെ സാക്ഷാത്കരിക്കാൻ ഞാൻ ശിവനാണ് എന്ന ആ പരമമായ സത്യത്തെ അറിയുവാൻ നമ്മെ സഹായിക്കുന്നത് തിരുമൂലദേവൻ്റെ അടിമുടി അറിവാണ്. അറിവ് തന്നെ ശിവൻ, ശിവൻ തന്നെ അറിവ്, അറിവ് തന്നെ ഞാൻ തന്നെ ശിവൻ, ശിവൻ തന്നെ അറിവ്. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സായുജ്യമുക്തിയാണ് നാം കാണുന്നത്. പലതരത്തിലുള്ള മുക്തിയുണ്ട്. സാമീപ്യമുക്തി, സാലോക്യമുക്തി, സായുജ്യമുക്തി, ഇങ്ങനെ പലതരത്തിലുള്ള മുക്തിഭാവങ്ങളുണ്ട്. അതിലെ ഏറ്റവും ഉന്നതമായ എന്ന് പറയാവുന്ന സായുജ്യമുക്തി ഇവിടെ ഒരു ജീവാത്മാവ് നേടുന്നു. ഒരു ജീവൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സായുജ്യമുക്തിയാണ്. ആ സായുജ്യമുക്തിയിൽ എത്തിച്ചേരാൻ, പരസ്പരം ലയിച്ച് ഒന്നായിത്തീരാൻ, കടലിൽ നദി ലയിച്ച് ഒന്നാകുന്നത് എപ്രകാരമോ അതേപോലെ ജീവൻ അതായത് പശുവാകുന്ന ജീവൻ പതിയിൽ ലയിച്ച് പശുപതിയായി തീരുന്ന അവസ്ഥ നാം ഇവിടെ കാണുന്നു. ഇതാണ് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ തലം.
അടിമുടി അറിവാണ്. അറിവല്ലാതെ മറ്റൊന്നുമില്ല. അറിവ് ശിവൻ. ഈ പ്രപഞ്ചമാകെ, ഈ പ്രപഞ്ചങ്ങളാകെ നിറഞ്ഞു നിൽക്കുന്നത് എന്നിലും നിങ്ങളിലും പ്രപഞ്ചത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു അറിവ് മാത്രം. ആ അറിവാണ് ശിവൻ. ആ അറിവാണ് ബോധം. അതിനെ നാം ആത്മാവ്, ഈശ്വരൻ എന്നെല്ലാം പല പല പേരുകളിട്ട് വിളിക്കുന്നു. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ്. അറിവ് എന്ന ബോധമാണ്. അറിവല്ലാതെ മറ്റൊന്നും ഒരിടത്തും ഇല്ല എന്ന തിരിച്ചറിവിലൂടെ ഒരാൾക്ക് സായുജ്യമുക്തി എന്ന അഹം ബ്രഹ്മാസ്മി മഹാവാക്യ തത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതിലൂടെ, തിരുമൂലദേവൻ്റെ അടിമുടി അറിവ് പഠിക്കുന്നതിലൂടെ നാം എത്തിച്ചേരുന്നത് സായുജ്യമുക്തിയിലാണെന്ന് ഓർക്കുക. ഏറ്റവും ഉന്നതമായ സായുജ്യമുക്തി, ശിവനിൽ ലയിച്ചു ചേരുന്ന പരമോന്നതമായ അവസ്ഥ. ഒരു നദി ഒഴുകി ഒഴുകി മഹാകടലിൽ ചെന്ന് പതിക്കുന്നത് പോലെ അങ്ങനെ കടലിലെ ജലവും നദിയിലെ ജലവും ഒന്നായിത്തീരുന്ന അവസ്ഥ. ഇതിനപ്പുറം മറ്റൊന്നും നമുക്ക് ഈ ജീവിതത്തിലുമില്ല. ഇതിലൂടെ നമ്മുടെ ജന്മാന്തരങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്നു. നമ്മിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജന്മവാസനകളും കർമ്മവാസനകളും എല്ലാം തന്നെ ഇതോടെ അവസാനിക്കുന്നു. ഈ അനുഭൂതിയെ വളരെ ഹൃദയാവർജകമായിട്ട് ആത്മാവിഷ്കാരത്തോടെ എഴുതിയൊരു കവിതയുണ്ട്, തിരുവാചകം. നമ്മൾ പലപാട് കണ്ടതാണ് മാണിക്യവാചകരുടെ തിരുവാചകം. ആ തിരുവാചകത്തിലെ ചില ഭാഗങ്ങളിലേക്ക് കൂടി നമുക്ക് കിടക്കാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്, 26-ാമത്തെ അധ്യായം തിരുവാചകത്തിലെ അതിശയ10 എന്ന് പറയും. അതായത് മുക്തിയെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നാം ഇവിടെ കണ്ട ഇത് തന്നെ, ഈ അടിമുടി അറിവ് എന്നതിനെ എങ്ങനെ കവിതയിലൂടെ വികാരവത്തായി ഒരു മഹായോഗി സാക്ഷാത്കരിച്ചു, ആ സാക്ഷാത്കാര അനുഭവത്തെ ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല. എന്നിട്ടും മഹാകവിയായ മഹായോഗിയായ തിരുവാചകകർത്താവ് തിരുവാചകത്തിൽ അത് വിവരിക്കുന്നു. അത് മാണിക്യവാചകർ ഇത് എഴുതാനുണ്ടായ കാരണമുണ്ട്. തനിക്ക് തിരുപ്പെരുന്തുറയിലെ ഈശൻ കൃപ നൽകിയിരിക്കുന്നതിനെക്കുറിച്ചിട്ട് ഓർത്ത് മാണിക്യവാചകർ അതിശയിക്കുന്ന 10 പദ്യങ്ങൾ, അതായത് ഈ സായുജ്യമുക്തി കിട്ടിയപ്പോൾ, മാണിക്യവാചകർക്ക് കിട്ടിയപ്പോൾ അത് വിവരിക്കാൻ വേണ്ടി അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്കായിട്ട് അത് വാക്കുകളിലൂടെ 10 പദ്യങ്ങളിൽ ഇവിടെ ആവിഷ്കരിക്കുന്നു. അതായത് ഭഗവാനുമായി ഒന്നിച്ചു ചേർന്ന ആ അനുഭവത്തെ അതിശയ10 എന്ന 10 പദ്യത്തിൽ നാം കാണുന്നു. നമുക്ക് മാണിക്യവാചകരുടെ കവിതയിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇതാ നോക്കൂ, എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. ആ സായുജ്യമുക്തിയെക്കുറിച്ചിട്ട്, സായുജ്യമുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാക്കുകളില്ല, മഹാമൗനമാണ്. പക്ഷേ അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്നു. ആ ഏറ്റവും അത്യുന്നതമായ ശിവബോധത്തിൽ നിന്ന് അദ്ദേഹം അല്പം താഴേക്ക് ഇറങ്ങി വന്നിട്ട്, ഹിമാലയത്തിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നിട്ട്, ആ കൈലാസത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ആ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് വാക്കുകളിലൂടെ ആ അനുഭൂതി വിശേഷത്തെ ആവിഷ്കരിക്കുകയാണ്. ഇതാ നോക്കൂ, നോക്കിനീ കൃപയോടെ എന്നിട്ട് ഞൊടിക്കുള്ളിൽ ചൊല്ലുവാനാകാത്തതാം ചൊല്ലും എന്നോട് ചൊല്ലി. ഒരിക്കലും ചൊല്ലുവാൻ പറ്റാത്ത വാക്കുകളാണ്. ഈ അനുഭൂതിയെ ഒരിക്കലും വാക്കുകളെ കൊണ്ട് പ്രകടിപ്പിക്കാനാവില്ല. എന്നിട്ടും ചൊല്ലുവാനാകാത്തതാം ചൊല്ല് എന്നോട് നീ ചൊല്ലി. എന്തായിരിക്കും ആ പറഞ്ഞത്? അഹം ബ്രഹ്മാസ്മി എന്നത് അനുഭവപ്പെടുത്തി കൊടുത്തു. നുകമില്ലാതെ ഉഴുതിടുന്ന വിധമെന്നെ ഉയർത്തി എൻ്റെ തെറ്റും കുറവുമില്ലാതാക്കി. നുകമില്ലാതെ എങ്ങനെ നിലമുഴുവാൻ പറ്റും എന്ന് ഭഗവാൻ
എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ആ തലത്തിലേക്ക് ഉയർത്തിയിട്ട് എൻ്റെ തെറ്റുകളും കുറവുകളും എല്ലാം ഇല്ലാതാക്കി എൻ്റെ മലങ്ങളെ മുഴുവനും അറുത്ത് നശിപ്പിച്ചു. അങ്ങനെ നിലമില്ലാതെ എങ്ങനെ ഉഴുവാൻ പറ്റും എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ഇതാണ് വളരെ സത്യസന്ധമായ ഒരു മാണിക്യവാചകർ പറയുന്ന പ്രസ്താവന. അതായത് നുകം വേണം ഉഴുവാൻ. ഇത് നമ്മുടെ ജീവിതത്തിലെ നിയമമാണ്. പക്ഷേ ശിവൻ്റെ നിയമത്തിൽ നിലമുഴുവാൻ നുകം ആവശ്യമില്ല. അല്ലാതെ തന്നെ നിലത്തെ പാകപ്പെടുത്താൻ ശിവന് കഴിയും. ഇവിടെ നിലം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. അപ്പോൾ മനസ്സിനെ പാകപ്പെടുത്താൻ ഒരുപാട് തപസ്സുകൾ വേണം, ഒരുപാട് സാധനകൾ വേണം. ഈ സാധനകൾ ഒന്നുമില്ലാതെ തന്നെ ശിവകൃപ കൊണ്ട് നുകമില്ലാതെ എൻ്റെ മനസ്സിനെ ഉഴുതുമറിച്ച് അവിടെ ശിവൻ വസിച്ചു. എൻ്റെ തെറ്റുകളും കുറവുമില്ലാതാക്കി എൻ്റെ എല്ലാ മലങ്ങളെയും അല്ലയോ ഭഗവാൻ അവിടുന്ന് എത്ര പെട്ടെന്നാണ് ഇല്ലാതാക്കിയത്. എന്നിട്ട് ജ്യോതിസ്വരൂപൻ എന്നെ മാറ്റി തന്നടിയാന്മാർ കൂട്ടത്തിൽ കൂട്ടിയതാം അതിശയം കണ്ടുവല്ലോ. അങ്ങനെ ജ്യോതിസ്വരൂപനായ ശിവൻ എന്നെ അടിയന്മാരുടെ കൂട്ടത്തിൽ, ആദ്യം സാരൂപ്യമുക്തിയാണ്, ആ സാരൂപ്യമുക്തി നൽകി. പിന്നെ അവസാനമാണ് സായുജ്യമുക്തി കിട്ടുന്നത്. ഉറ്റതാം ഉടലേറ്റം മെച്ചമായി കരുതുന്നു, ഉയരും നറുമലർ മണം പോൽ തൊടാനാകാ പൊരുൾ തൻ പരമ്പൊരുളെന്നതുമറിയാതെ കർമ്മത്തിൻ ഫലങ്ങളെ നുകർന്നിരിക്കും ഭ്രാന്തർ പറയും ജൽപ്പനങ്ങൾ കേൾക്കും അറിയാത്ത താതനാം ശിവനെന്നെ തന്നെ അടിയാന്മാർ കൂട്ടത്തിൽ കൂട്ടിയതാം അതിശയം കണ്ടുവല്ലോ. അപ്പോൾ സാരൂപ്യമുക്തിയാണ് ഇവിടെ. സ്വന്തം അടിയാന്മാരുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടി. ഉറ്റതാം ഉടലേറ്റം മെച്ചമായി കരുതും. ഞാൻ ഇതേവരെ ശരീരബോധത്തിലാണ് ജീവിച്ചത്. ദേഹമാണ് എൻ്റെ ആത്മാവ് എന്ന് ആദ്യം വിചാരിച്ചു. അത് പിന്നീട് പെട്ടെന്ന് മാറിക്കിട്ടി. ഒരു പൊരുളും അറിയാതെ, അങ്ങയുടെ യഥാർത്ഥ സ്വരൂപമറിയാതെ കർമ്മത്തിൻ ഫലങ്ങളെ നുകർന്നിരിക്കും ഭ്രാന്തർ. അങ്ങനെ കർമ്മബന്ധങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഭ്രാന്തന്മാരുടെ ജൽപ്പനങ്ങൾ ഞാൻ കേട്ടില്ല. അതായത് എൻ്റെ വഴി ശിവവഴിയായിരുന്നു. മറ്റുള്ളവർ ജീവിതത്തിൻ്റെ മാർഗങ്ങളിലെവിടെ അതായത് ഭൗതിക ജീവിതത്തിൻ്റെ മാർഗങ്ങളിലൂടെ ഭ്രാന്തന്മാരെ പോലെ ഭൗതിക സുഖങ്ങൾ നുണഞ്ഞ് ജീവിക്കുമ്പോൾ ഞാൻ ശിവവഴിയിലൂടെയാണ് യാത്ര ചെയ്തത്. അങ്ങനെ ശിവവഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഭഗവാൻ താതനാം ശിവൻ എന്നെ തന്നെ അടിയാന്മാർ കൂട്ടത്തിൽ കൂട്ടിയതാം അതിശയം കണ്ടുവല്ലോ. താതനായ എൻ്റെ പിതാവാണ് ശിവൻ, എൻ്റെ അച്ഛനാണ്, പാർവതീൻ്റെ അമ്മയാണ്, ലോകപിതാക്കളായ ജഗതഹാപിതരോ ജഗത്തിൻ്റെ മുഴുവനും അച്ഛനമ്മമാരായ ആ പാർവതീ ശിവന്മാർ എനിക്ക് മുക്തി നൽകിയും എന്നെ അടിയാന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിയതാം അതിശയം കണ്ടുവല്ലോ. ഞാനൊരു അതിശയം കണ്ടു. എന്നെ പെട്ടെന്ന് അവിടെ ശിവഗണത്തിലേക്ക് കൂട്ടി. പിന്നീട് എനിക്ക് സായുജ്യമുക്തിയും നൽകി. അപ്പോൾ ആദ്യം സാരൂപ്യമുക്തി നൽകുന്നു, പിന്നെ സായുജ്യമുക്തി നൽകുന്നു. ഇരുളു നിറഞ്ഞതായി ദുർവിധി ഹേതുവായ ചെറുകുടിലാകും ഉടൽ വിലപേറുന്നതായി കരുതിയിടുകയാലെ കൊടിയ നരകത്തിൽ പതിക്കാതിരിക്കവേ തെളിഞ്ഞ എന്നെ നടത്തിനാൻ. അങ്ങനെ എന്നെ ഈ ഭൗതിക സുഖങ്ങളുടെ വഴിയിലൂടെ നടത്താതെ ശിവമാർഗത്തിലൂടെ അങ്ങ് നടത്തി. മെയ് പൊരുളാകും ഈശൻ എന്നിലെ കാപട്യങ്ങൾ അകലുമാറായി തീർത്ത് എന്നെ കൊണ്ടുവല്ലോ. എൻ്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ മുഴുവനും, അതായത് 3 മലങ്ങളെയും പെട്ടെന്നറുത്തിട്ട് ഭഗവാൻ എന്നെ ശിവഗണങ്ങളുടെ കൂട്ടത്തിൽ, ശിവസ്വരൂപങ്ങളുടെ കൂട്ടത്തിൽ
അടിയാന്മാരുടെ കൂട്ടത്തിൽ ആദ്യം കൂട്ടി പിന്നെ അദ്ദേഹത്തിൽ തന്നെ ഞാൻ സായൂജ്യമുക്തി നേടുകയും ചെയ്തു. ഇതാണ് തിരുവാചകത്തിലൂടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ സാരൂപ്യ സായൂജ്യ സാലോക്യ മുക്തികളെല്ലാം തന്നെ നേടിയ ഒരു മഹാൻ എങ്ങനെയാണ് ആ അനുഭൂതിയെ അതിശയപത്തിൽ വിവരിച്ചത് എന്ന് നാം കാണുന്നു. ഇതുപോലെ തന്നെയാണ് വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾ പെരുംജ്യോതിയെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനതിൻ്റെ ധ്വനിതലം മാത്രമേ പറയുന്നുള്ളൂ. 5 മലങ്ങളുടെ രാത്രി തീർന്ന് നേരം പുലരുന്ന സമയത്ത് മനോഹരമായി ഉദിച്ച് എൻ്റെ ഉള്ളിൽ ഉയർന്ന ചുവന്ന ജ്വാലയാണങ്ങ്. 7 തിരശ്ശീലകളും കടന്ന് മനുഷ്യനും അരുൾജ്യോതിക്കും നടുവിൽ തടസ്സമായി 7 തിരശ്ശീലകൾ ഉണ്ടെന്നതാണ് ശൈവസിദ്ധാന്തം പറയുന്നത്. ജ്ഞാനസൂര്യനായി ഉള്ളിലെ ജ്യോതിയുടെ മലയിൽ പ്രകാശിച്ചു നിൽക്കുന്ന ചുവന്ന ജ്വാലയാണങ്ങ്. എണ്ണമറ്റ ലോകങ്ങളുടെ ഭരണം നടത്തുന്ന അതിദേവതകളുടെ തത്വലോകങ്ങളിലെല്ലാം പ്രഭ പരത്തി പ്രകാശിച്ചു നിൽക്കുന്ന ചുവന്ന ജ്വാലയാണങ്ങ്. മുൻജന്മങ്ങളിൽ നിന്നുള്ള കർമ്മഫലങ്ങളുടെ ഇരുട്ടിനെ മുഴുവനും നീക്കി എൻ്റെ ഉള്ളമാകുന്ന മലയിൽ പ്രകാശിക്കുന്ന ചുവന്ന ജ്വാലയാണ് ഭഗവാൻ. ആദി മധ്യം അന്ത്യം ഇവയ്ക്കെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ജ്യോതിയായി എൻ്റെ ഉള്ളത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ചുവന്ന ജ്വാലയാണങ്ങ്. അറിവിൻ്റെ പ്രകാശം ജ്വലിച്ചു നിൽക്കേ, ജീവൻ്റെ പ്രകാശം പ്രഭാപൂരമായിരിക്കേ, തിരശീലകളൊക്കെ നീങ്ങി ഉള്ളത്തിൽ ബ്രഹ്മത്തിൻ്റെ പ്രകാശം വിതറിയ അരുളിൻ്റെ കനലാണങ്ങ്. ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ചെയ്യപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന ജ്ഞാനയജ്ഞത്തിന് നടുവിൽ വലംപിരിയായിട്ട് ചൂഴ്ന്ന് ഉയർന്ന് വളർന്ന സത്യത്തിൻ്റെ കനലാണങ്ങ്. ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ചെയ്യപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകുന്ന ജ്ഞാനയജ്ഞത്തിന് നടുവിൽ വലംപിരിയായിട്ട് ചുഴന്ന് ഉയർന്ന് വളർന്ന സത്യത്തിൻ്റെ കനലാണങ്ങ്. ഇത് ഭഗവാൻ എനിക്ക് വേണ്ടി എഴുതിയ വരികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വള്ളലാർ രാമലിംഗസ്വാമികൾ തൻ്റെ അനുഭൂതി എനിക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. നോക്കൂ, ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ചെയ്യപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന ജ്ഞാനയജ്ഞം. ഈ തിരുമന്ത്രയജ്ഞം ജ്ഞാനയജ്ഞമാണ്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ജീവജാലങ്ങളുടെ നന്മയ്ക്കായി ചെയ്യപ്പെടുന്ന യജ്ഞമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ശാന്തിക്കായി, എല്ലാ ജീവജാലങ്ങളുടെയും മുക്തിക്കായി ചെയ്യപ്പെടുന്ന ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ നടുവിൽ വലംപിരിയായിട്ട് ചുഴന്ന് ഉയർന്ന് വളർന്ന സത്യത്തിൻ്റെ പൊരുളാണ് ഈ തിരുമന്ത്രയജ്ഞം എന്ന് ഇവിടെ വള്ളലാർ രാമലിംഗസ്വാമികൾ അരുൾ പെരുംജ്യോതിയിൽ പറഞ്ഞ വാക്കുകൾ ഇവിടെ എനിക്ക് സത്യമായി അനുഭവപ്പെടുന്നു. ഓം ശിവായ തിരുമൂലർ ദേവായ